എം ടി വാസുദേവൻ നായരെ പോലെ തന്നെ ഒരു എഴുത്തുകാരൻ എങ്ങനെ ഉണ്ടായി വന്നു? സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ മുതൽ വീട്ടിലെയും നാട്ടിലെയും സാമൂഹിക അന്തരീക്ഷം വരെയാണ് ആ കഥാകൃത്തിനെ വളർത്തിയത്. തെക്കേപ്പാട്ട് വീട്ടിൽ ഏറ്റവും ആരോഗ്യം കുറഞ്ഞ കുട്ടി പിറന്നത് കർക്കിടകത്തിലെ ഉത്രട്ടാതി നാളിലാണ്. വാസുദേവൻ എന്നു പേരിട്ട കുട്ടി ബാല്യം കടക്കുമോ എന്നുപോലും മുതിർന്നവർ ആശങ്കപ്പെട്ടു. ഗർഭകാലത്ത് അമ്മ മാളുവമ്മയ്ക്കുണ്ടായ രോഗങ്ങൾ മൂലമാകാം ശോഷിച്ച കുഞ്ഞായാണ് പിറന്നതെന്ന് എം ടി എഴുതിയിട്ടുണ്ട്. ആരോഗ്യം കുറഞ്ഞതിനാൽ കായികമായ ഒരു കളികൾക്കും പോയില്ല. ഉൾവലിഞ്ഞ കുട്ടിക്ക് നാട്ടിൽ കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ സമാന്തരമായി മറ്റൊരു ലോകം തെളിഞ്ഞു വന്നു. വീട്ടിൽ നിറയെ മാസികകൾ വരുമായിരുന്നു. 4 സഹോദരന്മാരും നല്ല വായനക്കാരായിരുന്നു. അവർ എത്തിച്ചിരുന്ന മാസികകൾ വായിക്കും. സ്കൂളിൽ നിന്ന് മാഷുമാർ പുസ്തകം കൊടുക്കാൻ പിശുക്കിയിരുന്ന കാലമാണ്. പക്ഷേ 6ാം ക്ലാസ്സിലെ വാസുദേവൻ നമ്പ്യാർ മാഷ് വേറെ തലമായിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഒന്നിച്ചു നടക്കുമ്പോൾ കഥകൾ പറയും. അങ്ങനെ കേട്ട ആദ്യത്തെ കഥ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ, പിന്നെ 3 മസ്കറ്റിയേഴ്സ്. അലക്സാണ്ടർ ഡ്യൂമാസിന്റെ ഈ 2 കഥകളിൽ നിന്നാണ് കൊച്ചു വാസുദേവന്റെ മനസ്സിൽ അസാധാരണമായ ഭാവന ചിറകു വിരിച്ചു തുടങ്ങിയത്. ആദ്യം തെരഞ്ഞെടുത്ത വഴി കവിതയായിരുന്നു. ജിയും ചങ്ങമ്പുഴയും വൈലോപ്പിള്ളിയുമായിരുന്നു ഇഷ്ടകവികൾ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പൊറ്റക്കാടിന്റെ കഥകൾ വായിക്കുന്നത്. ആഴ്ചപ്പതിപ്പിൽ 2 ലക്കമായി വന്ന നീണ്ട കഥയും അതിനോടൊപ്പമുള്ള ഫോട്ടോയും എഴുത്തുകാരോടുള്ള ആരാധന കൂട്ടി. പൊറ്റക്കാട് തന്നെയായിരുന്നു അന്നൊക്കെ പ്രിയ എഴുത്തുകാരൻ. പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയവരെ പട്ടികയായി എം ടി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: തകഴി, ബഷീർ, ഉറൂബ്, ദേവ്, കാരൂർ, ലളിതാംബിക അന്തർജനം, വെട്ടൂർ രാമൻ നായർ. സ്കൂളിൽ പഠിക്കുമ്പോഴെഴുതിയ ഉന്തുവണ്ടിയാണ് ആദ്യത്തെ കഥ. അതൊരിടത്തും അച്ചടിച്ചു വന്നില്ല. അംഗവൈകല്യം വന്ന ഒരാളെ ഉന്തുവണ്ടിയിൽ പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കുന്ന ആൾക്കെതിരെയുള്ള ധാർമ്മിക രോഷത്തിൽ നിന്ന് വന്ന ആ കഥ നിരാസത്തിൻ്റെയും തുടക്കമായിരുന്നു. എം ടി തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ നിരസിക്കപ്പെട്ട ഡസൻ കണക്കിന് കവിതകൾക്കും കഥകൾക്കും ശേഷമാണ് ആദ്യമായി ഒന്ന് അച്ചടിച്ചു വന്നത്. അതൊരു ലേഖനമായിരുന്നു. പുരാതന ഇന്ത്യയിലെ വൈരവ്യവസായം എന്ന വിഷയത്തിൽ ഗുരുവായൂരിൽ നിന്നുള്ള കേരളക്ഷേമം എന്ന പത്രത്തിലാണ് ആദ്യ ലേഖനം അച്ചടിച്ചു വന്നത്. അതായിരുന്നു എം ടി എന്ന എഴുത്തുകാരന്റെ വളർച്ചയുടെ തുടക്കവും. റിസർച്ച് ഡെസ്ക്, ന്യൂസ് മലയാളം.